ഹലോ, ഇന്ന് കോളേജിൽ പൊങ്കലിന്റെ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. വലിയ കാര്യത്തിലൊരു വെറൈറ്റിക്ക് മഞ്ഞൊക്കെ ഇട്ടിട്ട് ഞാൻ പോകുന്നുണ്ട്. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഏതാണ്ട് പൂരപ്പറമ്പേക്ക് കയറി ചെല്ലണ അവസ്ഥ. രാവിലെ 7:30 വരാൻ പറഞ്ഞാൽ ഞാൻ ചെല്ലണത് 9:30 അത് കാരണം ഞാൻ ചെല്ലുമ്പോഴത്തേന് ഇതാ പൊങ്കൽ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പഞ്ചാലിറ്റിയാണ്. വരും പറഞ്ഞിട്ട് കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. വന്നു നോക്കിന്നിട്ട് കാര്യമില്ല. ഇപ്പോഴൊന്നും പൊങ്കൽ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ എല്ലാം എന്തൊക്കെ കേക്കും കാണാൻ വേണമല്ലോ. ഒരു ദിവസം കഴിഞ്ഞു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ വലിയ കാര്യത്തിൽ മഞ്ഞിട്ട് വന്നതല്ലേ. ഇതേ നിൽക്കുന്ന 2 മഞ്ഞ. എല്ലാവരും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. എല്ലാ പരിപാടിക്കും ഉണ്ടാവും ഇതേപോലെ ഒരു ഡ്രസ് കോഡ്. പൊങ്കൽ പോയി ഇളക്കി കൊളാക്കിയോണ്ട് ഞങ്ങൾ പൊങ്കൽ വിളമ്പാനാകുമ്പോൾ വിളിക്കുന്നുണ്ട്. ഞങ്ങളവിടെ നിന്ന് ആട്ടി ഇതേ പോണ് വീണ്ടും ഒരു മഞ്ഞ. അവിടെ നേരെ തിരിഞ്ഞു നോക്കുമ്പോൾ ക്യൂട്ട്നെസ് വാരിയിരുന്ന 2 സീനിയേഴ്സ്. അവിടെ നേരെ ഞങ്ങളെ കൊണ്ട് ആവാത്ത പണിക്ക് പോയി. അത് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവിടുന്ന് വാങ്ങി കിട്ടിയത്. പിന്നെ വരുന്നവരും പോണവരൊക്കെ ഊതി തുപ്പൽ നിറച്ചിരുന്ന ഈ പീപ്പിളിയിലായിരുന്നു തീയന്റെ നോട്ടം. അതിന് തലങ്ങും വിലങ്ങൊക്കെ എന്തൊക്കെയോ കാട്ടിയിരുന്നു. കരിമ്പെങ്കിൽ കരിമ്പ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെന്ന് വലിയ പൊങ്കലല്ലേ, പള്ള നിറച്ച് കൂട്ടും വിചാരിച്ച് വന്നത്. ഇവിടെ എന്താ ഇങ്ങനെ ഒരു കൂട്ടും വിചാരിച്ച് ചെന്നതാട്ടോ. എന്തായാലും ചെന്നത് വെറുതായില്ല. പൊങ്കൽ വിളമ്പാൻ പോയി. ഒന്നിന് അതിന്റേതായിട്ടുള്ള ആചാരങ്ങളുണ്ടല്ലോ. ഇനി ഇതും കൂടെ കഴിയണത്രേ പൊങ്കൽ കിട്ടാൻ. ഇങ്ങനെ കാത്തിരുന്ന പൊങ്കലിന്റെ കൈ വന്നിട്ട് നേരത്തെ ടേസ്റ്റ് ചെയ്തതിനേക്കാളും വ്യത്യാസം ഉണ്ടല്ലോ വെച്ചിട്ട് മേലെ എന്തെങ്കിലും വീണാച്ചിട്ട് നോക്കട്ടെ. കൊടുത്ത് 25 രൂപ മുതലാക്കിയുള്ള സന്തോഷം ഞങ്ങൾ ഇപ്പം കണ്ടു. ഉറി തല്ലൽ എന്നുള്ള ഇപ്പം കേട്ടത് ആളത്തല്ലാന്നു. ആരൊക്കെ പിടിച്ചു മാറ്റിട്ട് ഇപ്പം ചെല്ലണത് ആൾക്കാരടിക്കാനാന്നേ. പോണു. കുറിയമ്മ ആരും അടിച്ചൂല പൊട്ടിച്ചൂല. അപ്പൊ കിടകൂട്ട ബായ്.